നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആഴ്സണൽ ക്രിസ്റ്റൽ പാലസിനോട് സമനിലയിൽ കുരുങ്ങി. അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. കിരീടം അവരുടെ കൈപ്പിടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോവുകയാണ്. 2-2 സമനില. കളിയുടെ മൂന്നാമത്തെ മിനിറ്റിൽ കിവിയോറിലൂടെ ആഴ്സണൽ ലീഡെടുത്തിരുന്നു. എന്നാൽ ലെബ്രാഷീസയിലൂടെ 27ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റൽ പാലസ് തിരിച്ചടിച്ചു. പിന്നീട് ട്രൊസാർഡ് 42ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ച് അതിന് ആഴ്സണൽ വിജയിക്കുമെന്ന് കരുതിയെങ്കിലും അവസാനം 83ാമത്തെ മിനിറ്റിൽ മെറ്റേറ്റയുടെ ഗോളിലൂടെ ക്രിസ്റ്റൽ പാലസ് ഒപ്പം പിടിക്കുകയായിരുന്നു. അതോടുകൂടി 34 കളിയിൽ നിന്ന് 67 പോയിന്റാണ് ഇപ്പോൾ ആഴ്സണലിനുള്ളത്. 33 കളിയിൽ നിന്ന് 79 പോയിന്റുമായിട്ട് ആഴ്സണൽ ലിവർപൂൾ ഇതാ കിരീടത്തിന് തൊട്ടരികിലാണ്. ഇന്നലെ ക്രിസ്റ്റൽ പാലസ് വിജയിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ലിവർപൂളിന് കിരീടം ഉറപ്പായിരുന്നു. പക്ഷേ ഇനി കിരീടം ചൂടാൻ എന്താണ് വേണ്ടത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 67 പോയിന്റാണ് ആഴ്സണലിന്, 79 പോയിന്റാണ് ലിവർപൂളിന്. 12 പോയിന്റിന്റെ വ്യത്യാസം അവിടെയുണ്ട് എന്നർത്ഥം. മാത്രമല്ല 4 കളികളാണ് ഇനി ആഴ്സണലിന് ബാക്കിയെങ്കിൽ 5 കളികൾ ബാക്കിയുണ്ട് ലിവർപൂളിന്. അപ്പോൾ അടുത്ത കളിയിൽ ഒരേ ഒരു കാര്യം സംഭവിച്ചാൽ മതി, തോൽവി ഒഴിവാക്കിയാൽ മതി. വിജയിക്കണമെന്നില്ല, സമനില പിടിച്ചാൽ പോലും ലിവർപൂളിന് കിരീടം അങ്ങ് ഉറപ്പാക്കാൻ പറ്റും. അതായത് അടുത്ത മത്സരം ഏപ്രിൽ 27 രാത്രി, ഞായറാഴ്ച രാത്രി ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ടാണ്. അത് ലിവർപൂളിന്റെ മൈതാനത്തുമാണ്. ആ കളിയിൽ പരാജയം ഒഴിവാക്കിയാൽ വിജയിക്കണമെന്നില്ല, സമനില പിടിച്ചാൽ പോലും ലിവർപൂളിന് ഇത്തവണത്തെ പ്രീമിയർ ലീഗിലെ കിരീടം ചൂടാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.